തുടരുകയാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ. എന്താണ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത്? അവിടെ അവരുന്നയിക്കുന്ന ആവശ്യം ഡ്രഡ്ജിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രഡ്ജിങ്ങിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഡ്രഡ്ജിംഗ് ഇപ്പോൾ ഓൾറെഡി ഡിസാസ്റ്ററിൽ പെടുത്തി വളരെ വേഗതയിൽ ടെൻഡർ നടപടിയിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട നടപടികൾ നിൽക്കുന്നത്. അപ്പോൾ ആ ടെൻഡർ ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ നമുക്ക് പൂർണ്ണമായും ഡ്രഡ്ജിംഗ് നടത്താൻ വേണ്ടി പറ്റും. നിയമപരമായ ഒരു പരിമിതി മാത്രമേ അവിടെയുള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെയുണ്ട്. അതിനപ്പുറമുള്ള ചില ഭാഗങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തിൽ ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണം നിൽക്കുമ്പോൾ അത് ദൗർഭാഗ്യകരമാണ്. അവിടെ ചില തലങ്ങൾ പറയുന്നതിലും ചില പ്രയാസങ്ങൾ വരും. രാഷ്ട്രീയമായ ചില തലങ്ങൾ പറയുന്നതിലും ചില പ്രയാസം വരും. പക്ഷേ ഒരു സത്യസന്ധമായ നിങ്ങളൊരു മാധ്യമപ്രവർത്തകർ എന്നുള്ള അന്വേഷണം നടത്തിയാൽ ഈ സമരത്തിനുൾപ്പെടെ പിന്നിൽ ആരാണ് എന്നുള്ള ഭാഗം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റും. അവിടെ എന്നെ ചില മത്സ്യത്തൊഴിലാളികൾ വിളിച്ചിരുന്നു. അവിടെ നടന്നിട്ടുള്ള അപകടം മണൽത്തിട്ടയുടെ ഭാഗമായിട്ടല്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞ ചില ഭാഗങ്ങൾ അതിന്റെ ഭാഗമായിട്ടല്ല ഉണ്ടായത് എന്നാണ് ചില മത്സ്യത്തൊഴിലാളി എന്നോട് പറഞ്ഞത്. ശരിയായ കാര്യങ്ങൾ അന്വേഷണം വരട്ടെ. പക്ഷേ ഇത് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് മരണവുമായി ചേർത്ത് വെച്ച് പറയുമ്പോൾ ചില പരിമിതി ജനപ്രതികൾക്കുണ്ടാകും. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എടുത്തു നോക്കുക. 2-3 ദിവസങ്ങളായി ലീഗിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ചില ആരോപണങ്ങളും ചില സമരങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ജനപ്രതി എന്ന രീതിയിലും ഭരണകൂടം എന്ന രീതിയിൽ അവിടെ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു. ഡ്രഡ്ജിംഗ് നടത്തണമെങ്കിൽ നിയമപ്രകാരം അത് കരാർ കൊടുത്ത് അത് നടപടിക്രമം പൂർത്തീകരിച്ചേ പറ്റൂ. എന്നിട്ടും അതിന് ലഘൂകരിക്കാൻ ഡിസാസ്റ്റർ പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ടെൻഡർ നടപടികൾ ലഘൂകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടെൻഡറിൽ നിൽക്കുന്നത്. 2-3 ദിവസം കൊണ്ട് ടെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടപെടലുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ആ രീതിയിൽ തന്നെ നേരിടേണ്ടതുണ്ട്. ഏതായാലും ആ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്, അതുകൊണ്ട് തന്നെ അത് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നതും യാതൊരു തർക്കമില്ല. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. വീണ്ടും താങ്കളുടെ പ്രതികരണത്തിലേക്കായി വിളിക്കാം. വിജിൻ MLA ആണ് ഇപ്പോൾ സംസാരിച്ചത്. അതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നാണ് ശ്രീ വിജിൻ പറയുന്നത്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്.